മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെള്ളക്കട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. നാട്ടുകാരും സുഹൃത്തുക്കളുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, നാടിന്റെ തീരാവേദനയായി നൊമ്പരമായി അനന്തു യാത്രയാകുന്നു. എങ്ങനെയായിരുന്നു സംസ്കാര ചടങ്ങുകളൊക്കെ? എത്ര കണ്ട ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു? സൈഫുദ്ദീൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നേരെ അനന്ത് പഠിക്കുന്ന മണിമൂളിയിലെ സ്കൂളിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. അവിടെ അല്പസമയം മാത്രമേ പൊതുദർശനം ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണീരോടെ കൂടിയാണ് അനന്തുവിന് യാത്രാമൊഴി നൽകിയത്. പിന്നീട് വീട്ടിൽ 2 മണിക്കൂറിലധികം സമയം പൊതുദർശനത്തിൽ വെച്ചു. നിരവധി ആളുകൾ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തി. അനന്തുവിന്റെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ബന്ധുക്കൾ തുടങ്ങി നിരവധി പേരാണ് എത്തിയത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളായ എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, PV അൻവർ തുടങ്ങിയ എല്ലാ സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു. ഇതുകൂടാതെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പിന്നീട് അനന്തുവിന്റെ വീടിന് സമീപത്തെ വനം വകുപ്പിന്റെ സ്ഥലത്താണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾ നടന്നത്. എന്തായാലും അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ കൂടുതൽ കാര്യങ്ങൾ, ഈ ഗൂഢാലോചന സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ കൂടുതൽ രാഷ്ട്രീയാരോപണങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ സംശയങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ അന്വേഷണം എത്തുമ്പോൾ എത്ര കണ്ട് വൈഡായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കാം സാജിദ്? ഇതിൽ നമ്മൾ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഈ സ്ഥിരമായി ഈ പന്നിക്കായി കെണിവെക്കുന്ന വ്യക്തിയാണ് ദിനേശ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയ ആരോപണം പോലെ ഈ ബോധപൂർവം കൊലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് തോന്നുന്നില്ല. മറിച്ച് ഈ പന്നിക്ക് കെണിവെക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത്. അതിൽ ഈ അനന്തു അകപ്പെടുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് വനമന്ത്രി അടക്കം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അത് സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. നിലവിൽ ഈ പ്രതിക്കെതിരെ ഒരു വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ്. ഇനി വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക.